We are. Happy Onam. Say Happy Onam. Happy Onam. Happy Onam. Happy Onam everyone. അപ്പോൾ ദാ ഓണമൊക്കെ അല്ലേ, കളറാവാം. എല്ലാവരും ഓണമൊക്കെ എങ്ങനെ പോകുന്നു, അടിച്ചു പൊളിക്കുന്നു. നാളെയാണ് ഓണം. നമ്മൾ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതെല്ലാം ഇന്നൊന്ന് സെറ്റ് ചെയ്യണം. കുറച്ച് പരിപാടികൾ ഇന്ന് ചെയ്ത് വെക്കണം എന്നുണ്ട്. അപ്പോഴത്തേനും നാളെ നമുക്ക് എൻജോയ് ചെയ്യാമല്ലോ. സോ വെൽക്കം ടു ആൻ ഓണം എപ്പിസോഡ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ത്യൻ ഷോപ്പിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യൻ ഷോപ്പിൽ നിന്നല്ല കേട്ടോ, ഇത് റീജെക്ട് ഷോപ്പിൽ നിന്നാണ്. ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് എല്ലാം മേടിച്ചു. ഇതൊക്കെ എന്ത് ചെയ്യണം എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പം കുറച്ച് ഫ്ലവേഴ്സ് എല്ലാം മേടിച്ചു. ഓണമൊക്കെ അല്ലേ, ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ എന്തോണം. ആൻഡ് ജാസി, വേർ ആർ ദ ഫ്ലവേഴ്സ്? ഇതുപോലത്തെ കുറച്ച് നാളായി എനിക്ക് വേണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പം എനിവേ, അവൾ ഒരു തവണ മേടിച്ച പിന്നെ എല്ലാ ഓണത്തിനും യൂസ് ചെയ്യാമല്ലോ. ദാറ്റ്സ് ദ പ്ലാൻ. ശർക്കര ആൻഡ് പപ്പടം മേടിച്ചിട്ടുണ്ട്. പപ്പടം, പായസം മാത്രം കുറച്ച് പണിവാളിപ്പോയി. ഫ്രോസൺ മേടിക്കാനായിരുന്നത്. സാജൻ ചേട്ടനാണെങ്കിൽ പറഞ്ഞതാ ചേട്ടൻ ഉണ്ടാക്കാന്ന്. ഞാനാ പറഞ്ഞു ഉണ്ടാക്കുമെന്ന് വേണ്ട, നമുക്ക് എന്തിനാ കഷ്ടപ്പെടുന്നത്, നമുക്ക് ഫ്രോസൺ മേടിക്കാമെന്ന്. ഇന്ന് ചെന്നപ്പോൾ ഫ്രോസൺ ഇല്ല. സോ ഞാൻ മിക്സ് മേടിച്ചു. ഞാൻ സത്യം പറയുന്നത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. സോ ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. സോ പാലട മിക്സും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എന്തുണ്ടാക്കുന്നത്, ചോറുണ്ടാക്കുന്നുണ്ട്, തോരൻ, ഒരു ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരിക. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ സദ്യയ്ക്ക് വേണ്ടി ഞാൻ ഏറ്റ പരിപാടികളെല്ലാം തീർന്നിട്ടുണ്ട്. കുറച്ച് ചോറ് വെച്ചു, ഒരു തോരൻ ആൻഡ് ഒരു പായസം. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും മോനെ പിക്ക് ചെയ്ത് നേരെ നമ്മൾ പൂക്കളത്തിനായിട്ട് കുറച്ച് പൂക്കളൊക്കെ പറിക്കാനായിട്ട് പോയി. ഇവിടെ പൂവൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കിങ്ങനെ പബ്ലിക്കായിട്ടുള്ള പാർക്കിലും അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ നമുക്ക് പറിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വേറൊരാളുടെ മുറ്റത്ത് കയറി പറിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കുറച്ച് സംഭവങ്ങൾ, ഇവിടുത്തെ കുറച്ച് നേറ്റീവ് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് കുറച്ച് പൂക്കളും ഇലകളും ഒക്കെ കിട്ടി. അത് വെച്ച് ചെറിയൊരു പൂക്കൾ ഇടാമെന്ന് വെച്ചു. ഇത് വലിയ സംഭവം പൂക്കളൊന്നും അല്ല, പിന്നെ പിള്ളേർക്കൊരു ചെറിയ മെമ്മറിയും. അവർക്ക് ലാസ്റ്റ് ടൈം ആണെങ്കിലും പൂക്കളായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഒരു കുട്ടിപ്പൂക്കളം.
പൂക്കൾ ചെയ്തോണ്ടിരുന്നപ്പോൾ റയന് പെട്ടെന്നൊരു ഐഡിയ, അവനൊരു ട്രഷർ ഹണ്ട് വേണം എന്നാ. അപ്പോൾ ദാ കുറേ സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. ഇത് ആൽസർ ഞാനിങ്ങനെ വീട് മൊത്തം ഹൈഡ് ചെയ്ത് വെക്കാം, അപ്പോൾ അവിടുന്ന് കണ്ടുപിടിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഹൈഡ് ചെയ്യാം. അങ്ങനെ പൂക്കളവും സെറ്റ്, പിള്ളേർക്കുള്ള കുട്ടി ആക്ടിവിറ്റിയും സെറ്റ്. ഇനിയിപ്പം ഞങ്ങൾ ഒരുങ്ങാൻ തുടങ്ങട്ടെ. എല്ലാവരും ഉടനെ തന്നെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം ഒന്ന് പോയി ഒരുങ്ങട്ടെ. അപ്പോൾ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഓണം റെഡി ആയിട്ട് കാണാം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, എല്ലാവർക്കും ഹാപ്പി ഓണം. Happy Onam. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. അപ്പോൾ ഓണം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എല്ലാവരും വരുന്നുണ്ട്, അങ്ങോട്ട് പോവാം. ഹലോ, ഹാപ്പി ഓണം പറഞ്ഞോളൂ. ഫോട്ടോസ് എടുക്കണ്ട. എന്താ പ്രശ്നം? നമ്മുടെ മാച്ചി മാച്ചി ബ്ലൂ ബ്ലൂ ഫോട്ടോ കം ലെറ്റ്സ് ഗോ. Okay, what are you doing? What are you doing? Okay, show me pose. അതാണ് അവള് നോക്കുന്നത്. സയനെ പോയി നിന്ന് ചെക്ക. Look at the little kids. So cool. വലിയേട്ടൻ വലിയേട്ടൻ. അയ്യോ. കൊള്ളാം ബോയ്സ്. പോയതാ, ഫ്രോസൺ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പാക്കറ്റ് മിക്സ് മേടിച്ചതാ. അത് മേടിക്കാൻ പോയിട്ട് സാധനം ഇല്ലായിരുന്നു. ഈ വർഷത്തേക്കുള്ള ഓണത്തല്ലിനുള്ള സബ്ജക്റ്റ് ആയിട്ടുണ്ട്. ഇത്തവണ പായസം തന്നെ മുഖ്യം. ഞാൻ പറഞ്ഞില്ലേ, പായസം ചേട്ടൻ വിഷയമാക്കും എന്നുള്ള ഉറപ്പായിരുന്നു. ചേട്ടന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ചേട്ടനെ കൊണ്ട് പായസം ഉണ്ടാക്കിപ്പിച്ചില്ലെന്നുള്ളത്. പിന്നെ നമ്മളാണെങ്കിൽ ഒന്നല്ല, അവസാനം 4 പായസം സദ്യയാണ് ഇവിടെ വന്നേക്കുന്നത്. അതിൻ്റെ ചേട്ടൻ്റെ ഖേദപ്രകടനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുമ്മാട്ടോ, കുഴപ്പമൊന്നുമില്ല, വെറുതെ തമാശയാണ്. അപ്പോൾ ഓണത്തലൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഗെയിംസിലോട്ട് കടക്കാം. We have a game. So the game is, Zara, listening ears. We have sticks, you know that yellow flower over there? That type of sticks is hidden 9 places around the house. Go and find them. And a gold coin. Go, run. Ready, steady, go. You found one, good. You found 1, 2, 1, 2. More. Huh? No, down the rock. Rock is not in the list. Go. Look around. 1, 2. Well done. 3. Yeah. Go find more. Go look in your bedroom. Okay, go look in your bedroom. Yes, good. Go look in the playroom. Okay, go look for the playroom. Go look in the playroom. അതിന്റെ പ്ലേറ്റ് ഇങ്ങനെ ഇടും. ഇടുമ്പോ നിങ്ങൾ രണ്ടുപേരുടെ ഫേസും കൊണ്ട് പ്ലേറ്റ് പിടിക്കും. ഞാൻ കാണിച്ചതാ, അത് ഇങ്ങനെ അങ്ങനെ. അത് തന്നെ. Good job. ജയിച്ചു. അടുത്ത കപ്പിൾ വരൂ. You also have a game, okay? You also have a game. Okay, ready? Ready, steady, go. Okay, ready? Okay, ready? Ready? Another face, another.
ഇതിപ്പോ ടീം എഫേർട്ടായോ? Oh my God! Whoa! What's this? I can come. I have to do Prashant alone, man. Go. I can come. I am there. Wait, ready? Orange milk. 1, 2, 3, go. Yellow. Come on, Prashant. Okay, go. Let's see who's going to win. Wait, leave. Okay. Anna. Mini nalla strong. Ready? Steady? Go. കലാപരിപാടികളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കയറാം. നമ്മുടെ ഗുഡ് ഓൾഡ് സദ്യ വന്ന് ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ പപ്പടം ചൂടാൻ മറന്നുപോയി. പപ്പടമായിട്ട് ആളാ. പപ്പടം വേണം. കഴിഞ്ഞ തവണ ചേട്ടൻ പപ്പടം ഇട്ടിരിക്കിട്ട് കുറഞ്ഞു പോയെന്ന് പറഞ്ഞു. ഇപ്പം തവണ പപ്പടമേ ഇല്ലായിരുന്നു. ഇവിടുത്തെ സദ്യ വിളമ്പൽ കമ്മിറ്റി ആർക്കും അറിയില്ല, വെറുതെ പറഞ്ഞോളൂ. അകത്തോട്ട് കേറിയാ പോലെ. അടുത്ത ഡിബേറ്റ് ഇല ഏത് സൈഡിലോട്ട് വേണം എന്നാ. ചിലർ പറയുന്നു ലെഫ്റ്റിലോട്ട് അതിൻ്റെ എൻഡ് വേണം, ചിലർ പറയുന്നു റൈറ്റിലോട്ട്. ഏതായാലും നമുക്ക് വിഷയമല്ല. എന്നാലും ചേട്ടൻ ഭയങ്കര പെർട്ടിക്കുലറായിരുന്നു. കറക്റ്റ് ഏതാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറയണേ. പക്ഷേ ഈ ലെഫ്റ്റ് തന്നെയാണെന്ന് തോന്നുന്നു. But I think this is correct though. ഈ ലെഫ്റ്റ് ഇപ്പൊ ടാഷ് വെച്ചേക്കുന്നത് കറക്റ്റ്. ബിക്കോസ് അപ്പൊ നമുക്ക് കറികൾ ഇങ്ങനെ എടുത്തെടുത്ത് പോവാല്ലോ. ഇപ്പൊ കറക്റ്റാ. അങ്ങനെ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സദ്യ വിളമ്പലിലോട്ട് കയറാം. ഉപ്പ്, ശർക്കര, ചിപ്സ് ഇതെല്ലാം ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഇനി പപ്പടം വന്നു, അവിയൽ വന്നു, തോരൻ വന്നു, മെഴുക്ക് വരട്ടി വന്നു, ബീട്രൂട്ട് തോരൻ, കൂട്ടുകറി, ഇഞ്ചിപ്പുളി പുളിശ്ശേരി, അവസാനം ചോറ്, പിന്നെ പരിപ്പ്, നെയ്യ് ഒക്കെ വന്നു. ഇനിയിപ്പം ഒന്നും വേണ്ട, നല്ലതായിട്ട് ഇരുന്ന് വെട്ടിയടിച്ച് കഴിച്ചാൽ മാത്രം മതി. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടെ വെയിറ്റിംഗ്. അപ്പോൾ എന്റെ വീട്ടിലാണെന്നൊക്കെ പറഞ്ഞു. I promise to come next Onam, nicely dressed, same clothes alla, same nice dress, and have one more Onam here. Complete Padapu, what Diwali? Happy Diwali, nice to meet you. I will wish you on the phone. Diwali, I put something on. അപ്പോൾ ശരി, ഹാപ്പി ഓണം.